ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മളത് വർക്കിന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈബ്രേഷനും അതുപോലെ തന്നെ സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യുക, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ഒരു മൈനർ ചെക്കപ്പായിട്ട് ഷോക്ക് കേബിളൊന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ ഒരു വൈബ്രേഷൻ കാണിച്ചിരുന്നു. ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു ചെറിയൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. കൂടുതലായിട്ടുള്ള വൈബ്രേഷനൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം ഒന്ന് അയച്ചു നോക്കിയായിരുന്നു. ക്ലച്ചിൻ്റെ ഭാഗത്ത് ക്ലച്ച് വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു വൈബ്രേഷനാണ് കാണിച്ചു വരുന്നത്. അതിൽ വേറെ കുഴപ്പമൊന്നും ക്ലച്ചിൻ്റെ നേരത്തെ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ക്ലച്ചൊന്ന് ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ക്ലച്ച് പുള്ളിയൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യും. വേറെ ക്ലച്ച് ഔട്ടറൊക്കെ ഒന്ന് പേപ്പറിട്ട് പിടിച്ചിട്ട് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും വേറെ കുഴപ്പമൊന്നുമില്ല, അതുകൂടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. വേരിയറ്റർ ബോഡി റോളർ വെയിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല, നമുക്ക് അതിന് ഉപയോഗിക്കാം. അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ പുതിയൊരു കമ്പനിയിൽ കാണിച്ചിരുന്നു. അതായത് നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ ചോക്കിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു. ഇതിൽ കേബിൾ മാറുന്നുണ്ട്. ചോക്ക് കേബിൾ അത്യാവശ്യം നല്ല ടൈറ്റാണ് വരിക. അപ്പോൾ ആ ചോക്കിൻ്റെ കേബിൾ നമുക്ക് മാറണം. അതുപോലെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ലായിരുന്നു. സ്പീഡോമീറ്റർ കേബിൾ പൊട്ടി കിടക്കുകയാണ്. അപ്പോൾ സ്പീഡോമീറ്ററിൻ്റെ കേബിളും അതും മാറ്റണം. അതേപോലെ എഞ്ചിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നത്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഓയിലിന് നിലയിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഓയിൽ നമുക്ക് അതിന് ഉപയോഗിക്കുക വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ബ്രേക്കൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെയേ ഉള്ളൂ. അല്ലാതെ വേറെ പറയുന്നത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അത്രയും വർക്ക് ചെയ്തു തരുന്നതിനുള്ളൊരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.